അതൊക്കെ വൺസ് ഇൻ എ വൈൽ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും 1 lakh ഇൻവെസ്റ്റ് ചെയ്താൽ 35 crore ആണ് നമുക്ക് ഇന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ പവർ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഇങ്ങനെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ്, അത് L&T എടുത്ത്, ലാസ്റ്റ് ആൻഡ് ടൂബ്രോ എടുത്താലും ഏത് സ്റ്റോക്ക് എടുത്താലും നമ്മളുടെ മുന്നിൽ കാണുന്ന സ്റ്റോറിയിൽ വിശ്വസിച്ച്, ITC എടുത്താലും നമ്മൾ വേറെ എവിടെയും റിസർച്ചിന്റെ ഒന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഞാൻ പറയുന്ന സബ്ജക്റ്റ് പലപ്പോഴും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, കാരണം ഞാൻ മാർക്കറ്റ് വാച്ചിലൂടെ ഒക്കെ പറയുന്നതാണ്. അപ്പൊ നല്ല കോർപ്പറേറ്റ് ഗവേണൻസ്, നല്ല കമ്പനികളിൽ വിശ്വസിക്കുക, ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഇനിയും എഗൈൻ നമുക്ക് ചാൻസ് ഉണ്ട്, കാരണം ഇപ്പോഴും പല നല്ല സ്റ്റോക്കുകളും, ഇപ്പൊ നമ്മൾ ഹാവൽസ് എടുക്കുക, അത് നമ്മുടെ മുന്നിൽ കാണുന്ന സ്റ്റോറിയാണ്, അടുത്ത ജനറേഷൻ സ്റ്റോക്കാണത്. മഹീന്ദ്ര, മാരുതിയുടെ റിട്ടേൺ എത്രയാണ്? 2003 പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാരുതി വന്ന സമയത്ത് 140 rupees ആയിരുന്നു. ഇന്ന് എത്രയാണ്? അപ്പൊ മാരുതിയിലെ 1 lakh ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് 21 lakhs ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ നമ്മൾക്ക് വേണമെങ്കിൽ ഒരു കാരണവശാലും ബാങ്ക് ഡെപ്പോസിറ്റ് നമുക്ക് റിട്ടേൺ നൽകില്ല. അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം 7 കമ്മോഡിറ്റി പ്രൈസും നമ്മൾ കുടിക്കുന്ന ഒരു ചായയുടെ പ്രൈസ് പോലും അടുത്ത 7 വർഷം കഴിയുമ്പോൾ ഡബിളിന് മുകളിലാവും. കാരണം 7 വർഷം കൊണ്ടാണ് നമ്മുടെ പൈസ ഡബിൾ ആകുന്നത്. അതേസമയത്ത് ബാങ്ക് ഡെപ്പോസിറ്റ് നമുക്ക് ആവശ്യമാണ്, കാരണം നമുക്ക് പെട്ടെന്നുള്ള ആവശ്യം ബാങ്കിന് സാധിക്കുകയുള്ളൂ. ഇവിടെ കേരളത്തിൽ വലിയ ഹ്യൂജ് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. പക്ഷെ ഈ ബാങ്ക് ഡെപ്പോസിറ്റ് എന്തുകൊണ്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കമ്പനികളിലേക്ക് മാറുന്നില്ല? ഇപ്പൊ എന്തിനു വേണ്ടിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കോമൺ പബ്ലിക് മനസ്സിലാക്കണം. കാരണം ഇത് ഞാൻ എപ്പോഴും പറയുന്ന സബ്ജക്റ്റ് ആണ്. ഏറ്റവും നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് നൽകുന്നത്. അത് മണപ്പുറത്തിന്റെ പാർട്ണറാകാം, നാരായണമൂർത്തിയുടെ പാർട്ണറാകാം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹോൾഡ് ചെയ്യുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാർട്ണറാകാം. ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യും, പക്ഷെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റോക്ക് നമ്മൾ മേടിക്കില്ല. 3 months ബാക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റേറ്റ് ബിലോ 2000 ആണ്. ഇന്ന് എത്രയാണ്? സ്പ്ലിറ്റ് കഴിഞ്ഞ് 320 വന്നിരിക്കുകയാണ്. അപ്പൊ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ പോലും സ്റ്റോക്ക് മാർക്കറ്റ് വലിയ റിട്ടേൺ നൽകുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് പേഷ്യൻസ് വേണം, നല്ല സ്റ്റോക്കിന്റെ പാർട്ടാകണം, നമ്മളെ മുന്നിൽ കാണുന്ന സ്റ്റോറിയിൽ നമ്മൾ വിശ്വസിക്കണം. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും റിട്ടേൺ നൽകുക. അത് സെൻസെക്സ് എടുത്താലും നിഫ്റ്റി എടുത്താലും ഫെമിലിയർ ആയിട്ടുള്ള നിങ്ങളുടെ മുന്നിൽ കാണുന്ന സ്റ്റോക്ക് എടുത്താലും അത് റിട്ടേൺ നൽകുന്നുണ്ട്. ആ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഈ 1% ആളുകൾ. ഇന്ത്യ ഏറ്റവും വലിയൊരു കൺസ്യൂമർ ഗ്രൂപ്പാണ്. എന്ത് പ്രൊഡക്റ്റ് ഇവിടെ സെല് ചെയ്യും. പക്ഷെ എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആളുകൾ വരുന്നില്ല? നമ്മളെല്ലാം ഗാംബ്ലിങ്ങിന്റെ പുറകെയാണ്, സ്റ്റോക്ക് മാർക്കറ്റിലെ സ്പെക്കുലേഷന്റെ പുറകെയാണ്. നമ്മൾക്ക് പേഷ്യൻസ് ഇല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നെക്സ്റ്റ് ഡേ അതിന്റെ റിട്ടേൺ നോക്കും. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് ലിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് കയറി വരുമ്പോൾ ഒരു സാർ എന്നോട് ചോദിച്ചു, ഞാൻ ഹാവൽസിൽ ഇൻവെസ്റ്റ് ചെയ്ത് എന്റെ പൈസ മുഴുവൻ പോകുമോ എന്ന് ചോദിച്ചാൽ 280 ആണ് എന്റെ ബൈയിങ് റേഞ്ച് എന്ന് പറഞ്ഞു. 265 ആണ്. ഇതൊക്കെ ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് ആണ്. കാരണം ഗ്ലോബലി വന്നിരിക്കുന്ന ചില ഇഷ്യൂസ്, ഇന്ത്യയുടെ ഫണ്ടമെന്റൽ വളരെ സേഫാണ്, ഫണ്ടമെന്റൽ സൈഡ് സേഫാണ്, അതിന് ആരും ഒരു സംശയവും നമ്മൾക്ക് വേണ്ട. കാരണം GDP, ബെറ്റർ ഇൻഫ്ലേഷൻ, ഇതൊക്കെ തന്നെ നല്ല സൈൻ കണ്ടു തുടങ്ങുന്നു. IMFന്റെ പുതിയ റിപ്പോർട്ടിൽ ഇന്ത്യയാണ് ഏറ്റവും ഗ്രോത്ത്, നെക്സ്റ്റ് ഇയറിൽ GDP പ്ലസ് ആയി കാണിക്കുന്ന ഏക രാജ്യം ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയിലേക്ക് കൂടുതൽ ഫണ്ട്, FISന്റെ ഫ്ലോ ഇന്ത്യയിലേക്ക് വരും. അതിൽ നമ്മൾക്ക് വിശ്വാസമില്ല, പക്ഷേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് വിശ്വാസമുണ്ട്. FIS സെല് ചെയ്താൽ മാർക്കറ്റ് താഴേക്ക് പോകും. അത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രോങ് അല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഇല്ല. അപ്പൊ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടണം. നമ്മളുടെ ചെറിയൊരു പെർസെൻറ്റേജ് എങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മളുടെ മുന്നിലുള്ള മാരുതിയിലോ മഹീന്ദ്രോ സ്റ്റേറ്റ് ബാങ്കിലോ സിൻഡിക്കേറ്റ് ബാങ്കിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ഇൻഡിവിജ്വലിനും സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പോഷർ വളരെ അത്യാവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ഇന്ത്യ ഒരു ഗ്രോത്ത് സ്റ്റോറി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു വലിയ മുന്നേറ്റത്തിന് പറഞ്ഞു. പക്ഷെ അലക്സ്, ഇന്ത്യ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു വ്യക്തിയാണ്. ലോകവും ഇന്ത്യയെ കാണുന്നത് ഒരു വ്യക്തിയുടെ പേരിലാണ്. ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു റിസ്കിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഒരുപക്ഷെ ഗവൺമെന്റിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഗ്രോത്ത് എത്രത്തോളം സാധ്യമാകും? അതിലെ അപകടം എന്താ? ഗുഡ് ഈവനിങ് എവരിവൺ. ഫസ്റ്റ് ഓഫ് ഓൾ, ഓൾറെഡി ബൂൻ സാർ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഒരു ബിലീഫിലേ ഉള്ളൂ, എക്കോണമി ഗ്രോ ചെയ്യോ രാജ്യം ഗ്രോ ചെയ്യോ അതിനനുസരിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ലീഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 65-70 കൊല്ലമായിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ഇപ്പം നമ്മൾ പറഞ്ഞ റിട്ടേണിൻ്റെ അകത്തും ഒരുപാട് പേര് പങ്കാളികളായിട്ടുണ്ട്. മൻമോഹൻ സിംഗ് പോലത്തെ ഒരാളാണ് നമ്മുടെ ടോട്ടൽ ചേഞ്ച് കൊണ്ടുവന്നത് 91 ശേഷമുള്ള.
സോ ഇവിടെ നമ്മൾ കാണുന്നത് അതിനുശേഷം ഒരു പാത്ത് ബ്രേക്കിംഗ് റിഫോം ആയിട്ടുള്ള നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ചില ഹാർഡ് കോർ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരണം. അവിടെ നമ്മൾ കഴിഞ്ഞ ഒരു 20 കൊല്ലമായിട്ട് നമുക്ക് ഡിസിഷൻ മേക്കറിനെ കണ്ടിട്ടില്ല. മേ ബി കോalition ഗവൺമെൻറ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് പ്രൈമറി റീസൺസ് സംഭവിക്കാണ്ടിരുന്നത്. ബട്ട് ഹിയർ നമ്മളിപ്പോൾ കാണുന്നത് നരേന്ദ്രമോദി പോലെ ഒരു ഡിസിഷൻ മേക്കർ ഗുജറാത്ത് പ്രൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. ആക്ച്വലി ഗുജറാത്ത് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിസിബിളി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണത്തില്ല. ലൈക്ക് ഇപ്പോഴും അവിടെ സാധാരണ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളമാണ് മച്ച് ബെറ്റർ ദാൻ ഗുജറാത്ത് ഞാൻ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അവിടെ ഇൻഹറൻറ്റ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻഡസ്ട്രീസ്, ജോലികൾ, അവിടെ നടക്കുന്ന കാര്യം എല്ലാത്തിനും ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇവിടെ സംഭവിക്കുക. കാരണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവും ചോദിച്ചാൽ ഞാൻ അറിയില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ കൺട്രിയുടെ എക്കോണമി ഗ്രോ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. പിന്നെ ഇതിൻ്റെ റിസ്കിൻ്റെ അഫിലിയേഷൻ പറയാം. നമ്മൾ രാജ്യം വിട്ടേക്കും, നമ്മളൊരു കമ്പനി നടത്തുകയെന്ന് വിചാരിക്കുക, ഒരു സ്ഥാപനം നടത്തുക, അല്ലെങ്കിൽ ഒരു വീട് നടത്തുക, എന്തും ആയിക്കോട്ടെ, എപ്പോഴും ഒരു പ്രഥമ സ്ഥാനം ഒരാളുണ്ടാവണം. നമ്മൾ ചില കമ്പനികൾ തന്നെ എടുക്കാം. ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് എടുക്കേണ്ടത് നാരായണമൂർത്തിയുടെ ഇൻഫോസിസ് ആയിരിക്കണം. 90s നാരായണമൂർത്തിയും ആ ടീമും ഇൻഫോസിസിൽ ഉണ്ടായേ പറ്റുള്ളൂ. കഴിഞ്ഞ ആഴ്ച അവരുടെ എല്ലാ ഷെയർസും സെല് ചെയ്യാൻ തുടങ്ങി. അവരത് പ്രൊമോട്ടറായിട്ടും പോലെ അവർക്ക് ആവണം നിർബന്ധമില്ല. പക്ഷേ ആ 10-15 കൊല്ലം ഒരു ലീഡർഷിപ്പ് വേണം. ആ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവും, തെറ്റും ശരികളും എല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കാൻ ചില ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുണ്ടാവണം. ആ ഡിസിഷൻ മേക്കിംഗ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ്. കഴിഞ്ഞ 8 കൊല്ലം, കൂടുതലായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ 4-5 കൊല്ലം ഡിസിഷൻ മേക്കിംഗ് ഉണ്ടായിട്ടില്ല. കോalition ഗവൺമെൻറ് അടിസ്ഥാനത്തിലാവാം, അല്ലെങ്കിൽ പല 2G സ്കാം, കോൾ സ്കാം, ഇങ്ങനെ പറഞ്ഞ പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ ഇന്ന് ഒരു നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ പറയുന്നതിനെക്കാട്ടി കൂടുതൽ സ്റ്റേബിൾ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഉള്ളത് കൊണ്ട്, കോalition ഗവൺമെൻറ്റിനുള്ള സാധ്യത കുറഞ്ഞത് കൊണ്ട് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടാവും. ആ ഡിസിഷൻ മേക്കിംഗ് നമുക്കൊരു 5 കൊല്ലത്തേക്ക് വേണം. അത് കിട്ടിയാൽ യാദൃശ്യമായിട്ട് ഗവൺമെന്റിനൊപ്പം ആഗോള ഘടകങ്ങളും അനുകൂലമായിട്ട് അത് ഇതിന്റെ അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ക് എന്നും വേണം പറയാൻ. അതായത് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല ക്രൂഡ് ഓയിൽ വില കുറയുന്നത്. പക്ഷെ ആ ലക്ക് എലിമെന്റ് അതിൻ്റെ അത് വരുന്നുണ്ട്. ആ ലക്ക് എലിമെന്റ് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ വെദർ ദർ ഇസ് എ റിസ്ക്, ഒബ്വിയസ്ലി ദർ ഇസ് എ റിസ്ക് ഉണ്ട്. പക്ഷെ ആ റിസ്ക് എടുത്തേ പറ്റുള്ളൂ. ഇന്ന് നമുക്ക് ഒരു ലീഡർ, ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുള്ള ഒരാൾ വേണം ടു ഗ്രോ ടു ദ നെക്സ്റ്റ് പാത്ത്. നമുക്ക് 91 മൻമോഹൻ സിംഗ് അന്ന് ഡിസിഷൻ എടുത്തപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇൻക്ലൂഡിങ് നമുക്കറിയാം കോൺഗ്രസ് ഗവൺമെന്റ് നെക്സ്റ്റ് ഉണ്ടായിട്ടില്ല. ഇറ്റ് വാസ് എ ചേഞ്ച് ഗവൺമെന്റ്. ബട്ട് ആർക്കാ ബെനിഫിറ്റ് കിട്ടിയത്? തുടർന്ന് വന്ന എല്ലാവർക്കും ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം സംഭവിക്കേണ്ടത് ഒരു വളരെ ഹാർഡ് കോർ റിഫോംസ് ആയിട്ടുള്ള ഒരു കാര്യം വരണം. അത് ഇദ്ദേഹം ചെയ്യുന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വിജയ്, ഇപ്പോൾ ശ്രീ ഭുവനേന്ദ്രൻ പറയുണ്ടായി വിപണിയിലേക്ക് എല്ലാവരും വരേണ്ട ഒരു ആവശ്യം. നമുക്കറിയാം കുറേ നാളായിട്ട് മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് കൂടുതൽ ആളുകൾ, ഇൻവെസ്റ്റേഴ്സ് വരാൻ താല്പര്യം കാണിക്കുന്നത്. ഇതൊരു എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന മനഃശാസ്ത്രം? ഒപ്പം തന്നെ ഇത് തുടരുമോ? ഗുഡ് ഈവനിങ്. ഇതിൽ നമ്മൾ ഈ ഇന്ത്യയിലെ റീസെന്റ് ഇക്കോണമിയെ നമുക്ക് 2003 മുതൽ 2014 വരെയുള്ള ഒരു രണ്ട് ഫേസറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2003 to 2008 വാസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ബുൾ മാർക്കറ്റ് റാലീസ്. അതിനുശേഷം 2008 തൊട്ടിട്ട് US സബ്പ്രൈം ക്രൈസിസിന്റെ ഭാഗം പിടിച്ചുകൊണ്ട് ഇന്ത്യയിലും ഒരു ബെയർ മാർക്കറ്റ് ഫേസ് വരികയുണ്ടായി. അത് ഏതാണ്ട് ഒരു 4 വർഷം 5 വർഷം നീണ്ടു നിന്നതിന് ശേഷം ഈ 2014 അല്ലെങ്കിൽ 2013 എൻഡോടുകൂടിയാണ് ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലിയുള്ള എല്ലാ മാർക്കറ്റ്സിലും ഒരു ബുൾ മാർക്കറ്റ് ഫേസ് അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഒരു റാലിയുടെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയാവുന്നത്. ഇതിൽ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ വളരെയധികം വർഷത്തെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ ബുൾ മാർക്കറ്റ് റാലി ഒരു 3 to 4 years എങ്കിലും മിനിമം നീണ്ടു നിൽക്കാറുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കേണ്ടത്, ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇന്ത്യയിൽ ഇന്നും ഹയർ ലെവലിലാണ്. ഒരു ലാസ്റ്റ് 2 മാസമായിട്ടാണ് പലിശ നിരക്കുകൾ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്.
അപ്പം പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് 2015 ഫസ്റ്റ് ക്വാർട്ടറിൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് കട്ട് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് സൈക്കിൾ നമ്മൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പം നേരത്തെ ഭുവൻ സാർ പറഞ്ഞ പോലെ നമ്മളൊരു ബുൾ മാർക്കറ്റ് സൈക്കിളിന്റെ ഇനീഷ്യൽ ഫേസിലാണ് എന്ന് വേണം അനുമാനിക്കാനായിട്ട്. അപ്പോൾ 2017 അല്ലെങ്കിൽ 2018 വരെയെങ്കിലും ആ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യണം പൊതുവെ നോക്കുകയാണെങ്കിൽ. പിന്നെ ഇതൊരു വൺ വേ റാലി ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. കാര്യം മാർക്കറ്റ്സിന് എപ്പോഴും അതിൻ്റെതായ അപ്സ് ആൻഡ് ഡൗൺസ് വരാം. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാം, ബ്ലാക്ക് സ്വാൻ ഇവന്റ്സ് ഉണ്ടാവാം. പക്ഷേ ഒരു പോസിറ്റീവ് ലെവലിൽ നോക്കുകയാണെങ്കിൽ we should see a bull market rally continuing at least for the next 3 years. ഈ സമയത്താണ് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നത് അല്ലേ? മാർക്കറ്റ് താഴോട്ട് പോകുമ്പം ബുദ്ധിപൂർവ്വം നല്ല ഓഹരികൾ വാങ്ങാൻ ആരും താല്പര്യം കാണിക്കില്ല. നേട്ടമുണ്ടാക്കുമ്പോൾ കൂടെ ഓടാനാണ് കൂടുതൽ ആളുകൾ എത്തുക. അതെ, ഒരു ഹേർഡ് മെന്റാലിറ്റി ഇന്ത്യയിൽ മാത്രമല്ല, അതൊരു ആഗോള പ്രതിഭാസമാണെന്ന് വേണം പറയാനായിട്ട്. പക്ഷെ നമ്മൾ ഇതിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഗോൾ ബേസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ നേരത്തെ ഭുവൻ സാർ പറഞ്ഞ പോലെ നമ്മൾ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത് എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് 10-15 വർഷത്തിന് ശേഷം എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റ് 20 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 25 വർഷത്തിന് ശേഷം, ഇങ്ങനെയുള്ള ഗോളുകൾക്ക് കൂടി വേണ്ടിയിട്ട് വേണം മ്യൂച്വൽ ഫണ്ട്സിൽ അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റോക്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. മാർക്കറ്റ്സിന്റെ ഒരു സിറ്റുവേഷൻ, എക്കോണമി വിൽ ടേക്ക് കെയർ ഓഫ് ദ മാർക്കറ്റ്സ് ആൻഡ് ടൈം വിൽ ടേക്ക് കെയർ ഓഫ് അവർ റിട്ടേൺസ്. ഇതിൽ നമ്മൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എന്നുള്ളൊരു സിറ്റുവേഷന് പകരം ഒരു 2-3 സൈക്കിൾസ് കവർ ചെയ്യുക. അതായത് 10 വർഷം 15 വർഷം എന്നുള്ള രീതിയിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ്. ഭുവൻ സാർ വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ITCയിലും അല്ലെങ്കിൽ മഹീന്ദ്ര പോലത്തെ കമ്പനീസിൽ 1 വർഷം 2 വർഷം കൊണ്ടല്ല നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെയധികം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഇറ്റ് ഈസ് എ ബോറിംഗ് ആൻഡ് ലോങ് ടേം പ്രോസസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു അസറ്റ്സ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അസറ്റ്സ് നമുക്ക് ഓവർനൈറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടാണ്. ശ്രീ ഭുവൻ എപ്പോഴും മാർക്കറ്റ് വാച്ചിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ക്ഷമ വേണം, പേഷ്യൻസോടെ കൂടി കാത്തിരിക്കണം, വളരെ ആവേശത്തോട് കൊടുക്കണം. ഇത്തരം ഒരു പുതിയ നിക്ഷേപകരൊക്കെ വരുമ്പോൾ ഏതൊക്കെ ഘടകങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു പുതിയ നിക്ഷേപകന് എന്ത് തരത്തിലൊരു ഉപദേശം ഇപ്പോൾ കൊടുക്കാൻ പറ്റും? ഇൻവെസ്റ്റ്മെന്റിൽ പേഷ്യൻസ് ആണ് വേണ്ടത്. ഇപ്പം ഞാൻ ഒരു 4th കാറ്റഗറി പറയാൻ വിട്ടുപോയി നേരത്തെ. ഈ 4th കാറ്റഗറി എന്ന് പറയുന്നത് കമ്പനിയുടെ പാർട്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാറ്റഗറി വലിയ ഗ്രൂപ്പുണ്ട്. നല്ല സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്ത് തന്നെ പോകും. അവരുടെ ബാലൻസ് ഫണ്ട് അവരെപ്പോഴും നല്ല സ്റ്റോക്ക് മേടിച്ച് ഇപ്പോൾ ഏഷ്യൻ പെയിന്റ്സ്, ബ്രിട്ടാനിയ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC, ഇൻഫോസിസ് പോലെയുള്ള നല്ല പോർട്ട്ഫോളിയോ ഉള്ളത്. ഇപ്പോൾ റീസെന്റ് എനിക്ക് വളരെയധികം ആളുകളെ അറിയാം. ഞാൻ പറയുന്ന സബ്ജക്റ്റ് പലപ്പോഴും എല്ലാവർക്കും, ഞാൻ മാർക്കറ്റ് വാച്ച് കാണുന്നവർക്ക് ഞാൻ പറയുന്ന സബ്ജക്റ്റ് എപ്പോഴും ഒരേ സബ്ജക്റ്റാണ്. ചിലപ്പോൾ ബോറടിക്കും. എങ്കിലും ഞാൻ ഒരു നാരായണേട്ടൻ എന്ന് പറയും ഞാൻ വിളിക്കുന്ന അദ്ദേഹം ബാങ്ക് എംപ്ലോയി ആണ്. ഒരു കാരണവശാലും അദ്ദേഹം ഷെയർ സെല്ല് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ എനിക്ക് 18 crores എടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, കുറച്ച് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്. ഇല്ല, എനിക്ക് ഇനിയും സ്റ്റോക്ക് ബ്രിട്ടാനിയയും TTK പ്രസ്റ്റീജ്, ഹാവൽസ് ആ സ്റ്റോക്ക് മേടിക്കണം എന്നാണ് അദ്ദേഹം ഒരിക്കലും ഷെയർ സെല്ല് ചെയ്യില്ല. പക്ഷെ ഇതിനിടയ്ക്ക് എത്രയോ അപ്സ് ആൻഡ് ഡൗൺസ് മാർക്കറ്റിലൂടെ കടന്നുപോയി. പക്ഷെ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്റ്റോക്ക് എല്ലാം സോളിഡ്. കാരണം അത്രയേറെ ഒരു കോമൺ മാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പഠിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ടിപ്സ് വേണ്ട, ടെക്നിക്കൽ വേണ്ട, ഒന്നും വേണ്ട. അദ്ദേഹം ഫണ്ടമെന്റൽ ഒന്നും വേണ്ട. അദ്ദേഹത്തിന്റെ മുന്നിൽ കാണുന്ന സ്റ്റോറിയിൽ അദ്ദേഹം വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകാം. അതിപ്പോൾ ഇൻഫോസിസിന്റെ സ്റ്റോറി, വിപ്രോയുടെ സ്റ്റോറി കേട്ടാൽ നമ്മൾക്ക് അത്ര വലിയ റിട്ടേൺ ആണ് വിപ്രോ ഒക്കെ നൽകിയിരിക്കുന്നത്. അങ്ങനെ എത്രയോ കമ്പനികൾ, ഞാൻ ചെറിയ റിട്ടേൺ നൽകിയ കമ്പനികളുടെ കാര്യം മാത്രം. അപ്പം ഞാൻ എപ്പം ഹ്യൂജ് റിട്ടേൺ നൽകുന്ന കമ്പനികളുടെ കാര്യം പറഞ്ഞാൽ അത് വൺസ് ഇൻ എ വൈൽ സംഭവിക്കുന്നതല്ലേ എന്ന് എല്ലാവരും ചോദിക്കാം. എന്നാലും എത്രയോ സ്റ്റോക്കുകൾ, വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറെ സ്റ്റോക്കുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് സിൻഡിക്കേറ്റ് ബാങ്ക് ആണെങ്കിലും മഹീന്ദ്ര ആണെങ്കിലും L&T ആണെങ്കിലും ഒക്കെ നമ്മുടെ മുന്നിലുള്ള. എന്തിന് നമ്മൾ മറ്റ് സ്റ്റോക്കുകളുടെ പുറകെ പോകണം? അഭിലാഷിന്റെ ക്വസ്റ്റ്യൻ, ഒരു പുതിയ ഇൻവെസ്റ്റർ എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളത്, ഇതും ഞാൻ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ തന്നെയാണ്. എപ്പോഴും പുതുതായിട്ടൊരു ബിസിനസ്സിൽ നമ്മൾ വരുമ്പോൾ ആദ്യം പഠിക്കേണ്ടത്, നമ്മൾ ഏത് കമ്പനിയുടെ സ്റ്റോക്കാണോ എടുക്കാൻ തീരുമാനിക്കുന്നത് ആ കമ്പനിയുടെ പ്രൊമോട്ടറെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കണം. അദ്ദേഹം എത്ര കമ്പനികളിലെ ഹോൾഡ് ചെയ്യുന്നു, ഈ കമ്പനികളെല്ലാം പ്രോഫിറ്റ് ആണോ, ഓരോ ക്വാർട്ടർ ബെറ്റർ റിസൾട്ട് വരണമെന്ന് പറയാൻ സാധിക്കില്ല. ഇയർ ഓൺ ഇയർ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വരുന്നുണ്ടോ? ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് പ്രൊമോട്ടറെയാണ്. ദെൻ പ്രൊമോട്ടറെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദെൻ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണ്,
ഇതൊരു ഫാസ്റ്റ് മൂവിങ് ആണോ? ഇപ്പം നമ്മൾ മഹീന്ദ്ര എടുത്താൽ ആ കമ്പനിയുടെ ഓരോ വണ്ടി ലോഞ്ച് ചെയ്യുമ്പോഴും നമ്മൾ വെൽ സ്റ്റഡീഡ് ആയിരിക്കും, നമ്മൾ അതിൻ്റെ ഒരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ITCയുടെ സ്റ്റോക്ക് അറിയാം, നമുക്ക് സിഗരറ്റ് ബാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ITC വളരെ സ്മാർട്ടായിട്ടുള്ളൊരു മൂവ് എടുത്തു. അവരുടെ ടോട്ടൽ ബിസിനസ് ഷിഫ്റ്റ് ചെയ്തു. നമ്മൾക്ക് ഇന്നെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള എത്രയോ പ്രൊഡക്റ്റ് നമ്മുടെ മുന്നിലുണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ. അപ്പം അങ്ങനെ ആ മാനേജ്മെന്റിന് അതിനുള്ള സ്കില്ലുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദെൻ അതിന്റെ ഫൈനാൻഷ്യൽസ് ഇതൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ലാസ്റ്റ് 10 years ആയിട്ട് ഈ കമ്പനി ബോണസ്, ഡിവിഡൻഡ്, അതുപോലെ എല്ലാ ക്വാർട്ടറും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടോ, ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കാണിക്കുന്നുണ്ടോ, അവർ ഇവരുടെ പ്രൊഡക്റ്റ് ഫാസ്റ്റ് മൂവിങ് ആണോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ച് ഇതിന്റെ വാല്യുവേഷൻ ഇതിന്റെ ഫൈനാൻഷ്യൽസ് നമ്മൾ സ്റ്റഡി ചെയ്യണം. ദെൻ ഫൈനലി വരുന്നതാണ് വാല്യുവേഷൻ. ഒരു പുതിയ ഇൻവെസ്റ്റർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ സ്റ്റോക്ക് മേടിച്ചാൽ ഇതിന്റെ വാല്യൂ ഒരു ഫെയർ വാല്യൂലാണോ? ഇപ്പൊ നമ്മൾ പലപ്പോഴും ഫെയർ വാല്യൂ എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാം. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് സിനാരിയോയിൽ